പക്ഷെ അവളുടെ ക്ലാസ്സിൽ നിന്നല്ല, കോളേജിൽ മൊത്തത്തിൽ അരിച്ചു പെറുക്കിയിട്ടും എനിക്ക് സൈറയെ കണ്ടെത്താനായില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ പോലും അറിയാതെ ഞാൻ അവൾ അറിയുകയായിരുന്നു. പുറമേ കാണുന്ന ഫ്രീക്ക് ലുക്ക് മാത്രമേ ഉള്ളൂ. മനഃശുദ്ധിയുള്ളവളാണ് സൈറ എന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. പ്രണയം പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കാൻ വയ്യാതെ ആയപ്പോൾ അവളെ അന്ന് അപമാനിച്ച അത്രയും വ്യക്തികളുടെ മുന്നിൽ വെച്ച് സകല ധൈര്യവും സംഭരിച്ചുകൊണ്ട് അവളുടെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, എനിക്ക് സൈറയോട് പ്രണയമാണെന്ന്. ഇനി മുതൽ നമ്മൾ രണ്ടല്ല, ഒന്നാണ്. സെഹ്റ ഞാനാണെന്ന്. അടക്കി പിടിച്ച കണ്ണീർ മുഖത്തെ പുഞ്ചിരിയായി മാറിയ നിമിഷം അവൾ എന്നെ കെട്ടിപ്പിടിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ നാളുകളായിരുന്നു, പ്രണയത്തിൻ്റെ മാത്രം നാളുകൾ. റയാൻ മുഴുവനായി മാറുകയായിരുന്നു സൈറയ്ക്ക് വേണ്ടി. അല്ല, അവളെന്നെ മാറ്റിയെടുക്കുകയായിരുന്നു. ആരോടും കൂടുതൽ സംസാരിക്കാത്തവൻ എല്ലാവരോടുമായി അടുക്കാൻ തുടങ്ങി. അവളുടെ ഗ്യാങ്ങിൻ്റെ ഒരു ഭാഗമായി ഞാനും മാറി. എൻ്റെ സ്വഭാവ പെരുമാറ്റ രീതികൾക്കൊപ്പം തന്നെ എൻ്റെ ലുക്ക് ആൻഡ് സ്റ്റൈൽ, എന്തിനേറെ ഓർത്തഡോക്സ് ആയ എൻ്റെ ചിന്താരീതികൾ വരെ അവൾ മാറ്റിയെടുത്തിരുന്നു. വാക്കുകൾ കൊണ്ടും എഴുത്തുകൾ കൊണ്ടും ചീനിമരച്ചോട്ടിനിടയിൽ തിങ്ങി നിറഞ്ഞ ഞങ്ങളുടെ പ്രണയം ഫ്രണ്ട്സിന് പുറമെ എൻ്റെ അനിയത്തി കുഞ്ഞിപ്പാത്തുവിനും കൂടെ അറിയാമായിരുന്നു. കുഞ്ഞിപ്പാത്തു എന്നാൽ സൈറക്കും, സൈറ എന്നാൽ കുഞ്ഞിപ്പാത്തുവിനും ജീവനായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കെട്ടിയത് മിക്ക ദിവസങ്ങളിൽ സൈറ എന്നോട് ആവശ്യപ്പെടും കുഞ്ഞിപ്പാത്തുവിനെ കാണാൻ ചെല്ലാമെന്ന്. കൂടെ കൂടെ സ്കൂളിൽ പോയി അവൾ ചെന്ന് കാണുന്നത് സൈറക്കും പാത്തുവിനും ഒരുപോലെ സന്തോഷമുള്ള കാര്യമായിരുന്നു. അവളെ കാണാൻ ചെല്ലുമ്പോൾ കൈ നിറയെ ചോക്ലേറ്റ്സ് വാങ്ങാനും സൈറ മറക്കാറില്ല. ഉപ്പച്ചിയില്ലാത്ത എൻ്റെ വീട്ടിലെ കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും കുഞ്ഞിപ്പാത്തു മുഖേന സൈറ അറിഞ്ഞ നേരം ഞാൻ സങ്കടം കൊണ്ട് അവളിൽ നിന്ന് മുഖം വെട്ടിച്ച് നടന്നു. അങ്ങനെയുള്ള വേളകളിൽ എൻ്റെ പിന്നാലെ ഓടി വന്ന് അവൾ പറയും, എനിക്കുള്ളതെല്ലാം റയാനുള്ളതാണെന്ന്. മറ്റൊരു സൗഭാഗ്യം വേണ്ട, അവസാന നിമിഷം വരെ ദേ ഇതുപോലെ എന്നോടൊപ്പം ചേർന്നുണ്ടായാൽ മതിയെന്ന്. പ്രാണൻ നിലക്കുന്ന നേരവും എനിക്ക് നിന്റെ പ്രണയം കൊണ്ട് വീർപ്പ് മുട്ടണമെന്ന്. ഈ ജന്മത്തിൽ അങ്ങനെ ഒരു ഭാഗ്യം മാത്രമേ എനിക്ക് വേണ്ടൂ റയാനെന്ന്. കോളേജ് ആർട്സ് ഡേയുടെ അന്ന് രാവിലെ മുതൽ ഞാൻ അവളെ തിരഞ്ഞു നടക്കുകയായിരുന്നു. എന്തൊക്കെ വല്ലായ്മയുണ്ടെങ്കിലും ലീവ് എടുക്കാത്ത പെണ്ണാണ്, പ്രത്യേകിച്ച് ഇങ്ങനെ അടിച്ചുപൊളി ദിവസങ്ങളിൽ. അതും പോരാഞ്ഞ് അവിടെ പ്രോഗ്രാംസ് ഉള്ളതാണ്. ഫ്രണ്ട്സിനോട് മുഴുവൻ അവളെ അന്വേഷിച്ചുവെങ്കിലും കാര്യമായ വിവരമൊന്നും ഉണ്ടായില്ല. കുറേ തവണ വിളിച്ചു നോക്കിയെങ്കിലും നോ റെസ്പോൺസ്. ഉച്ച കഴിയുമ്പോൾ സദസ്സിൽ നിന്ന് ആരോ ഒരാൾ പറയുന്നത് കേട്ടു, സൈറ ലൈബ്രറിയുടെ ഭാഗത്തുണ്ടെന്ന്, കൂടെ ഏതോ ഒരുത്തനുമുണ്ടെന്ന്. ഉച്ച മുതലേ അവരവിടെ നിന്ന് കളിയാണ്. 2 തവണ ഞാൻ ചെന്ന് വിളിക്കുമ്പോൾ അവൾ എന്നെ അവിടുന്ന് പറഞ്ഞയച്ച് ഞാൻ വന്നോളാമെന്ന് പറഞ്ഞ് വീണ്ടും അവനോട് സംസാരിക്കാൻ തുടങ്ങി. അത്രയും കേട്ട് തീരുന്നതിന് മുന്നേ ഞാൻ ഓടിയിരുന്ന് ലൈബ്രറി ലക്ഷ്യമാക്കി. കിതച്ചുകൊണ്ട് ലൈബ്രറിയുടെ അകത്തേക്ക് കയറി ചെന്ന് എന്നെ കാത്തിരുന്നത് ഹൃദയം വീണ്ടും കീറാൻ പാകത്തിനുള്ളൊരു കാഴ്ചയായിരുന്നു. ആളനക്കമില്ലാത്ത ലൈബ്രറി മുറിയിൽ എൻ്റെ സൈറ മറ്റൊരുവനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ലാതെ ഏതോ ഒരുത്തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി ചേർത്ത് നിൽക്കുന്നു. സകല ശക്തിയും എടുത്ത് ഞാൻ സൈറ എന്ന് വിളിച്ച് അലറുമ്പോഴേക്കും ലൈബ്രറിക്ക് മുന്നിൽ സ്റ്റുഡൻസ് തടിച്ച് കൂടിയിരുന്നു. എന്നെ കണ്ടതും അവളൊരു ചെറുഞ്ഞെട്ടലോടെ അവനിൽ നിന്ന് അകന്നു മാറി. സൈറ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? ആരാ ഇവൻ? എന്താ നിനക്ക് ഇവിടെ ഇവനായിട്ട് കാര്യം എന്നൊറ്റ ശ്വാസത്തിൽ ഞാൻ ചോദിച്ചു തീരുമ്പോഴും അവളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഞാൻ വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ റയാൻ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പൊട്ടിക്കരച്ചിലിന് തുടക്കം കുറിച്ച പോലെ അവൾ എന്നിലേക്ക് ഓടിയടുത്തു. അന്നേരം സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് ഞാൻ അവളെ എന്നിൽ നിന്നും പിടിച്ചു തള്ളി. അത്രയും ആൾക്കൂട്ടത്തിന് മുന്നിൽ വെച്ച് വീണ്ടും ഒരിക്കൽ കൂടെ അവളുടെ നേരെ ശബ്ദമുയർത്തി. പ്രാണൻ കൊടുത്ത് ഞാൻ സ്നേഹിച്ച എൻ്റെ പെണ്ണ് എന്നെ വഞ്ചിച്ചു എന്ന ധാരണ അപ്പോഴേക്ക് എൻ്റെ ഉള്ളിൽ കയറിക്കൂടി. ധാരണ മാത്രമല്ല, സ്വന്തം കൺമുമ്പിൽ കണ്ടത് അതാണല്ലോ. വെറുത്തുപോയി ആ നിമിഷം അവളെ അറപ്പ് തോന്നിപ്പോയി. അവളെക്കുറിച്ച് ആദ്യ നാളുകളിൽ എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് തന്നെയായിരുന്നു ശരിയെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. സൈറയോട് വെറുപ്പാണെന്നും ഇനി മുതൽ സെഹ്റ ഞാനില്ലെന്നും. 1 അല്ല 2 ഈ നിമിഷം മുതൽ നമ്മൾ രണ്ടായി സൈറ. ഇനി എൻ്റെ കാൺവട്ടത്തേക്ക് പോലും വന്നു പോരുത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ മുന്നിൽ നിന്ന് നടന്നകന്നു. വീട്ടിൽ നിന്നായി റെഫറൻസും പഠിത്തവും ഒക്കെ. സൈറ മനസ്സിലൊരു വേദനയായി കിടക്കുന്നതുകൊണ്ടാണ് കോളേജിലേക്ക് പോകാൻ കഴിയാതെ വന്നത്. അവൾ എന്നോട് ചെയ്താണോ അതോ ഞാൻ അവളോട് ചെയ്താണോ തെറ്റെന്നറിയാതെ എൻ്റെ മനസ്സിൽ ചോദ്യശരങ്ങൾ ഉയർന്നു വന്നു. വല്ലപ്പോഴുമൊക്കെ കോളേജിൽ പോയ നാളുകളിൽ ഞാൻ അവളറിയാതെ അവളെ അന്വേഷിച്ച് നടന്നു. ഏറെക്കുറെയും അവൾ ലീവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് അവൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടപ്പോൾ പിടിച്ചേൽക്കാൻ പറ്റിയില്ല. അതാണ് അവളോട് കയർത്തത്. അന്നേരം ഞാനെന്നല്ല, ഏതൊരു കാമുകനായാലും അങ്ങനെ പെരുമാറുള്ളൂ. പക്ഷേ സൈറ, ഞാൻ അത്രയൊക്കെ ചോദിച്ചിട്ടും അന്ന് അവൾ എന്നോടൊന്നും സംസാരിച്ചില്ല. തെറ്റാരുടെ ഭാഗത്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു തവണ പോലും അവൾ എന്നെ ഒന്ന് കാണാനോ സംസാരിക്കാനോ വന്നില്ല. അപ്പോൾ ഈ റയാന് അവളുടെ മനസ്സിൽ അത്ര ചെറിയ സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തൊക്കെയായാലും ഒരു ന്യായീകരണമെങ്കിലും ഞാൻ അവളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവൾ ഒരു വട്ടം പോലും എന്നോട് സംസാരിക്കാൻ വന്നതേയില്ല. എന്തിന്?
ഞാൻ അവളെ നോക്കി ചെല്ലുമ്പോഴൊക്കെ അവൾ എനിക്ക് കാണാൻ കിട്ടാറില്ല.